ടർബോ ഡയറക്റ്റഡ് ബൈ വൈശാഖ്. ഈ സിനിമ എഴുതിയിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, എഡിറ്റിംഗ്. സിനിമാറ്റോഗ്രഫി വിഷ്ണു ശർമ്മയാണ്, മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. ഈ 3 കാര്യങ്ങളും നല്ല കിടിലായിരുന്നു കേട്ടോ. അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് സിനിമയിലെ ഹീറോ. അതുപോലെ തന്നെ അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ, ദിലീഷ് പോത്തൻ, ജോണി ആൻ്റണി, രാജ്ബി ഷെട്ടി, പിന്നെ നമ്മുടെ തമിഴ് തെലുങ്ക് ആക്ടർ സുനിൽ, ശബരീഷ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈൽ ഹൈ റേഞ്ച് അടിപ്പടത്തിൻ്റെ മോഡിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റ്, ആ 20 മിനിറ്റിന് ശേഷം ഈ സിനിമ മറ്റൊരു ടെറൈനിലേക്ക് പോകും. അതായത് തമിഴ്നാട് ചെന്നൈ ബേസ്ഡ് ആയിട്ടാണ് ഈ സിനിമ പിന്നെ പോകുന്നത്. ഒരു തമിഴ് മാസ് പടമൊക്കെ കാണില്ല, ആ രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ ആക്ഷൻ തന്നെയാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ നല്ല കിടിലമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ ഈ സിനിമയിൽ ഇഷ്ടം പോലെയുണ്ട്. ആദ്യത്തെ ഫൈറ്റ് എനിക്ക് അത്ര വലിയ ഇമ്പ്രസീവ് ആയിരുന്നില്ല, പക്ഷേ പിന്നീട് അങ്ങോട്ടേക്കുള്ള എല്ലാ ഫൈറ്റും നല്ല കിടിലായിരുന്നു കേട്ടോ. ക്ലൈമാക്സിലത്തെ ഫൈറ്റ് നല്ല കിണ്ണം കാച്ചിയ ഫൈറ്റായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഫൈറ്റ് കോറിയോഗ്രഫി ആയിരുന്നു, നല്ല ഫൈറ്റായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ചേസും ഡ്രിഫ്റ്റിങ്ങും അത് അന്യായ വർക്കായിരുന്നു കേട്ടോ. അവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ള മ്യൂസിക് ആണെങ്കിലും ഡ്രോൺ ഷോട്ട് ആണെങ്കിലും എല്ലാം നല്ല കിടിലമായിരുന്നു. ആ ചേസിന് ഒരു 1.5 ചേസാണ്. ഡ്രിഫ്റ്റിംഗ് ഒക്കെ നല്ല കിടിലമാണ്. നമുക്കത് ശരിക്കും നമ്മൾ ജോൺ വിക്കിലൊക്കെ കാണില്ല, അത്രയ്ക്കും ഇല്ലെങ്കിലും സാധനം കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. മലയാളത്തിൽ നല്ല കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത കുറച്ച് ഭാഗങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തമിഴ് മാസ് പടം കണ്ടിരിക്കുന്നതിൽ തന്നെ കാണാം. സിനിമ നമ്മളങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതൊരു കോട്ടയം കുഞ്ഞച്ചൻ സ്റ്റൈൽ അടിപ്പടമായിരുന്നു, പക്ഷേ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ വരണമെന്നില്ലല്ലോ. പക്ഷേ ഇത് വേറൊരു ടെറൈനിലേക്ക് പോയിട്ട് മറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൊക്കെ കയറി വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ് സിനിമയുടെ മെയിൻ അട്രാക്ഷൻ. സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈമൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ജോസ് എന്ന് പറയുന്ന റോള് തന്നെയാണ്. ആ റോൾ അദ്ദേഹം അത്യാവശ്യം നല്ല കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നായികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ജന ജയപ്രകാശ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളൊരു റോളിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. ആ റോളിന് അവർ ആപ്റ്റായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിന്ദു പണിക്കരുടെ റോളായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഒരു അച്ചായത്തി അല്ലെങ്കിൽ ഒരു അമ്മച്ചി ക്യാരക്ടറിലൊക്കെ കാണുന്ന ടിപ്പിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു അമ്മച്ചി റോളൊന്നുമല്ല, അത്യാവശ്യം നല്ല പൊളിയായിട്ടുള്ള ഒരു അമ്മച്ചിയായിരുന്നു. അതും നല്ല സൂപ്പറായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സുനിലിൻ്റെ റോളാണ്. ഓട്ടോ ബില്ല എന്ന് പറയുന്ന റോളാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഒക്കെ ഇല്ല, നമുക്ക് നല്ല രസമായിട്ട് തോന്നും. അതായത് വലിയ വെറുപ്പിക്കാതെ നമ്മളൊരു സമയത്ത് സുരാജൊക്കെ ചെയ്തിട്ടുണ്ടായ അതിൻ്റെ മറ്റൊരു വേർഷനിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള റോളായിരുന്നു, കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലൻ നമ്മുടെ രാജ്ബി ഷെട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ വില്ലനായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു വലിയ ഒരു സ്റ്റൈലൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു സാധാരണ വില്ലൻ. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഓൺ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, അതിലങ്ങനെ അഭിനയിച്ച് പോയിട്ടുണ്ടെന്നുള്ളൂ. അത്ര വലിയ ഇമ്പ്രസീവായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇനി വേറൊരാൾ വിട്ടുപോയത് നമ്മുടെ രാജ്ബി ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വേറൊരുത്തനുണ്ട്. ഒരു വിൻസെൻ്റ് എന്ന് മറ്റോ പേരിലെ ഒരു കഥാപാത്രമുണ്ട്. ഒരേ കളർ പാൻറ്റും ഷർട്ടും ഇട്ട് വരുന്നൊരു ചേട്ടൻ. അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ചിരി വരും. വലിയ മാസാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അയാളെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ചിരി വന്നു. പിന്നെ ശബരീഷിൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരു ജെറി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അത്യാവശ്യം 2-3 ലെയറുകളുള്ള ഒരു കഥാപാത്രമാണ്. അത്യാവശ്യം കൊള്ളാം, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ജെറി എന്ന് പറയുന്ന ക്യാരക്ടർ. അതുപോലെ തന്നെ ജോണി ആൻ്റണി, കുഞ്ചൻ ഇവർക്കൊക്കെ വളരെ ചെറിയ റോളേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കരിക്കിൻ്റെ സീരീസിലൊക്കെ കാണാറുള്ള ഈ മറ്റേ ആവാസ വ്യൂഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളില്ലേ, അയാളുടെ പേരറിയില്ല, അയാളും ഈ സിനിമയിൽ ചെറുതായിട്ടൊന്ന് തല കാണിച്ച് പോയിട്ടുണ്ട്. പിന്നെ കാതൽ ദ കോറിൻ്റെ റൈറ്റർ ആദർശ സുകുമാരനും ചെറിയൊരു റോളിൽ വന്നു പോയിട്ടുണ്ട്. പിന്നെ ഒതറങ്ങാത്തുരത്തിലെ നത്ത് ചെറിയൊരു റോളിൽ വന്നു പോയിട്ടുണ്ട്. അവരൊക്കെ കുറച്ച് കുഞ്ഞു റോളിലാണ്. കൂടുതലും മമ്മൂട്ടിക്ക് തന്നെയാണ്. മമ്മൂട്ടി, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, ശബരീഷ്, പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടി, സുനിൽ, ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും സ്ക്രീൻ ടൈം ഉള്ളത്. പിന്നെ അവസാന ഭാഗത്ത് ഒരു സൗണ്ടിലൂടെ മാത്രം നമ്മുടെ വിജയ് സേതുപതിയുടെ ഒരു സൗണ്ടും കൂടി അവസാനം വരുന്നുണ്ട്. മേ ബി ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു പ്രതീക്ഷ തരുന്നുണ്ട് സിനിമ. പക്ഷേ സെക്കൻഡ് പാർട്ടിനുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു തമിഴ് അടിപ്പടം അല്ലെങ്കിൽ ഒരു മാസ് ആക്ഷൻ പടമൊക്കെ കണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിനിമയാണ് ടർബോ. നമുക്ക് ഒരു ആവേശം തരുന്ന ധാരാളം സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. ആക്ഷനാണ് സിനിമയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജോണറിനോട് നല്ല രീതിയിൽ നീതി പുലർത്തിയിട്ടുണ്ട്. ആക്ഷൻ പടം തന്നെയാണിത്, അടിമുടി ആക്ഷനാണ്. മമ്മൂട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. ആക്ഷനൊക്കെ അത്യാവശ്യം നല്ല കിടിലമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻ്റർവെല്ലിന് ശേഷം വന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സൂപ്പറായിരുന്നു കേട്ടോ. അദ്ദേഹം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും.
ചേസ് ഞാൻ ഒന്നുകൂടി പറയാം, ആ ചേസ് ഒരു 1.5 ചേസ് ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കിടലമായിരുന്നു. അവസാനത്ത് എന്താണ് നമുക്ക് അങ്ങനെ വലിയ ലാഗ് തോന്നില്ല. സാധാരണ ഈ ചേസ് ഒക്കെ കാണുന്ന സമയത്തോ ഇതൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നില്ല, വല്ലാണ്ട് വലിച്ചു നീട്ടുന്ന പോലെയൊക്കെ തോന്നില്ലേ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും അല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ് ഡ്യൂറേഷനിലാണ് ചേസ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള എന്താണ് ഈ ആക്സിഡൻറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ഫൈറ്റും അത്യാവശ്യം നന്നായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് പോയിരുന്ന് 2.5 മണിക്കൂർ എൻജോയ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ആക്ഷൻ പടം. അതിനൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വൈശാഖിൻ്റെ ടർബോ.